എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാലക് പനീറാണ്. പാലക് പനീർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കിൻ്റെ കളറും അതിൻ്റെ രുചിയും ഒന്നും നഷ്ടപ്പെടാതെ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. 4 ആളുകൾക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. പിന്നെ ഞാനൊരു 200 ഗ്രാം തന്നെ പാലക്കും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. പാലക്കിൻ്റെ ഇല നമുക്കിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പാലക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കിൻ്റെ ആ ഒരു ഗ്രീൻ കളറ് നഷ്ടപ്പെടാതെ ഇരിക്കും. അതുപോലെ തന്നെ ചില പാലക്കിന് ചെറിയൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതാക്കാനും ഇതുപോലെ പഞ്ചസാര ചേർക്കുന്നത് സഹായിക്കും. അതുപോലെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയും നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഗ്രീൻ കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പാലക്ക് ഞാൻ ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാവുന്നതാണ്. ഞാൻ 3 വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാലക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 10 കശുവണ്ടിയും കൂടി ചേർക്കുന്നുണ്ട്. കശുവണ്ടി ഇതിൽ ചേർക്കണം എന്നില്ല, നമുക്ക് വേറെ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഒന്ന് ചൂടായി സോഫ്റ്റായിട്ട് വരുമല്ലോ, അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഞാൻ ഈ പാലക്കിൻ്റെ ഇല തിളപ്പിച്ചു. 2 മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ വേണ്ട. 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കുന്നത് തണുത്ത വെള്ളത്തിലാണ്, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ തണുത്ത വെള്ളം കയ്യിലില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഇലയുടെ കളറ് മാറിപ്പോവാതിരിക്കാനും പിന്നെ അമിതമായിട്ട് വെന്തു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടി എടുത്ത് തണുത്ത വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ പാലക്കും കശുവണ്ടിയും പച്ചമുളകും കൂടി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കളർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ കറിയിൽ നമുക്ക് ആ ഒരു സവാളയുടെ കടി അധികം ഉണ്ടാവില്ല. അതുമാത്രമല്ല സവാള നല്ല ബ്രൗൺ കളറാകുന്നത് വരെ, ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇത്രയും നന്നായിട്ട് കളറ് മാറുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണിലും കുറവായിട്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂണിലും കുറവായിട്ടാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത്. പാലിന് പകരം ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത്, ക്രീം ചേർക്കുന്നില്ല. അത് ചേർത്തൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പനീറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പനീർ ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പനീർ ഇതിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് സമയം മതി. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പനീറും കൂടി ചേർത്ത്
2 മിനിറ്റ് വരെ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക. എന്നിട്ടൊരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ വരെ. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഇതിൽ നിങ്ങൾക്ക് പശുവിൻ നെയ്യ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നെയ്യാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലക് പനീറാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച സ്റ്റെപ്പ് ഞാൻ വിശദീകരിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പാലക്കിൻ്റെ ഇല ചൂടാക്കിയെടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ്, അത് പിന്നെ ആ ഒരു കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അത് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും വിശദീകരിച്ചത്. ബാക്കിയൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്